ഹായ് സ്റ്റുഡൻസ്, നമ്മളുടെ സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ എന്താണ്, നമ്മളുടെ സമൂഹത്തിലാണെങ്കിലും നമ്മളുടെ ചുറ്റുപാടുമാണെങ്കിലും എന്താണ്, ഒരുപാട് അംഗവൈകല്യമുള്ള ആളുകളോ അതുപോലെ എന്തെങ്കിലും പോരായ്മകളുള്ള ആളുകൾ ഒരുപാട് പേർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവര് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് വേറെ കൂടുതൽ കഴിവുകൾ ഈശ്വരൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മൾ കാലുകൊണ്ട് പടങ്ങൾ വരയ്ക്കുന്നതും നന്നായിട്ട് കണ്ടു കാണാൻ പറ്റാത്ത എത്രയോ പേര് നല്ല ഗായകന്മാരും ഗായികമാരുമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലേ? ഈശ്വരൻ ഒരു പക്ഷത്തെ ഒന്ന് താഴ്ത്തുകയാണെങ്കിൽ അടുത്ത കൈ കൊണ്ട് ഈശ്വരൻ അവരെ വാനോളം ഉയർത്തുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഒരുപാട് അപാകതകളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയാണ് എവിടാണ് ഓക്സ്ഫോർഡിലെ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ഒരു വ്യക്തിയുടെ ഒരു ജീവകഥയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എത്ര വയസ്സായപ്പോഴാണ്? 21 വയസ്സിലാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗം അദ്ദേഹത്തെ ബാധിച്ചത്. അദ്ദേഹത്തിന് കൈകൾക്ക് ആദ്യം ഒരു വിറയലായിരുന്നു. ആദ്യം ആ കൈകൾക്ക് ഒരു വിറയലിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. പിന്നെ 2 വർഷം കൂടിയേ ആയുസുള്ളൂ എന്ന് അന്നത്തെ ഡോക്ടർമാർ വിധി എഴുതുകയാണ് ഉണ്ടായത്. പക്ഷെ അങ്ങനെ വിധി എഴുതിയിട്ട് പോലും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഒരു പതിയെ രോഗം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചലനശേഷിയെയും പിന്നീട് സംസാരശേഷിയെയും നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. ചക്രകസേര ഉപയോഗിക്കില്ലെന്ന് വാശി പിടിച്ചിട്ട് അദ്ദേഹം ക്രച്ചസ് ഉപയോഗിച്ചിട്ട് നടന്നെങ്കിലും പക്ഷെ പിന്നീട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു വീൽ ചെയർ ചക്രകസേര അദ്ദേഹം തളച്ചിടപ്പെട്ടു. പിന്നെ സെൻസറുകളുടെയും കമ്പ്യൂട്ടറും അടങ്ങിയ ചക്രകസേര ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോയ ഹോക്കിങ്ങിന് പുതുജീവൻ നൽകി. ആധുനിക സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ട ഈ സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് അദ്ദേഹത്തിന് എഴുത്തിനും സംസാരത്തിനും TV മുതൽ വീടിന്റെ വാതിൽ വരെയുള്ളവയുടെ നിയന്ത്രണങ്ങളും അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നത്, അല്ലെ? ബാക്കി നോക്കിയോ നിങ്ങളെ? തന്റെ രോഗത്തെക്കുറിച്ചും ജീവിതത്തിന്റെ കാലാവധിയെക്കുറിച്ചും അറിഞ്ഞപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കേണ്ട വിഷയത്തെപ്പറ്റി ചിന്തിച്ചു വലഞ്ഞിരുന്ന സമയം കൂടിയായിരുന്നു അത്. തനിക്ക് ആയുസ്സിന് കാലമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗവേഷണത്തിനുള്ള ഗൈഡിനെ പോയി കണ്ട് വിഷയം തിരഞ്ഞെടുത്ത് വിവരം അറിയിച്ചു. സമയം അതായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ വിഷയം. അപ്പോൾ ആ സമയത്ത് തന്റെ രോഗത്തെക്കുറിച്ചും ജീവിതത്തിന്റെ കാലാവധിയെക്കുറിച്ചും അറിഞ്ഞപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ കണക്കില്ലേ, ഇന്ന ദിവസം ഇത്ര മണിക്ക് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലും. ആ ഒരു കറക്റ്റ് ആ ഒരു സമയം നമുക്കറിയാമല്ലോ. അപ്പോഴെന്താണ് ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായിട്ടാണ് അദ്ദേഹത്തിന് സ്വയം തോന്നിയത്. അപ്പോഴെന്താണ് 2 വർഷമേ പിന്നീട് അദ്ദേഹത്തിന് ആയുസുള്ളൂ. അത് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. അദ്ദേഹം അപ്പോഴെന്തെടുക്കുമായിരുന്നു? ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കേണ്ട വിഷയത്തെ പറ്റി ചിന്തിച്ച് വലഞ്ഞിരുന്ന സമയം കൂടിയായിരുന്നു അത്. അദ്ദേഹം ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷയം തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്ന വിഷയത്തെ പറ്റി അദ്ദേഹം ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട സമയം കൂടിയായിരുന്നു അത്. അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഏത് വിഷയമാണ് ഗവേഷണത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഈ സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. തനിക്ക് ആയുസ്സിന് അല്പകാലമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഗവേഷണത്തിനുള്ള ഗൈഡിനെ പോയി കണ്ട് വിഷയം തിരഞ്ഞെടുത്ത് വിവരം അറിയിച്ചു. അപ്പോഴെന്താണ് ആയുസ് ഏകദേശം തീരാറായിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ആ ഗവേഷണത്തിനുള്ള വിഷയം കിട്ടുകയും ഗവേഷണത്തിനുള്ള ഗൈഡിനെ പോയി കണ്ട് വിഷയം തിരഞ്ഞെടുത്ത് വിവരം അറിയിച്ചു. അദ്ദേഹത്തെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊരു ഗവേഷണം നടത്തുന്നുണ്ടെങ്കിലും ആ ഗവേഷണം നടത്തുന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. നമ്മളെ ഗൈഡിനെ പോലെ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്ന ആളുകളാണ്. ആ ഗൈഡിനെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് സമയം ടോപ്പിക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, സമയം എന്നതാണ് ടോപ്പിക്കായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹം കണ്ടെത്തിയ വിഷയം ഏതായിരുന്നോ? സമയം. ഓക്കെ,
അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രണയിനി ഉണ്ടായിരുന്നു, ജെയിംസ് വൈൽഡ്. എന്താണ് ജെയിംസ് വൈൽഡ് എന്ന് പറയുന്ന ഒരു കാമുകി അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഹോക്കിംഗ് ഗവേഷണവും പ്രണയവുമായി മുന്നോട്ട് പോയപ്പോൾ മരണം അദ്ദേഹത്തിന് മുമ്പിൽ വഴിമാറി നിന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അത്രയധികമായിരുന്നു. രോഗം സ്ഥിരീകരിച്ച് 2 വർഷത്തിനു ശേഷം ജെയിംസ് ഹോക്കിംഗ് വിവാഹിതരായി. ജെയിംസ് രോഗിയായ ഹോക്കിങ്ങിനെ കൂടുതൽ പ്രണയിച്ചു. ഗവേഷണവും പ്രണയവും മാത്രമായി സ്റ്റീഫൻ ഹോക്കിംഗ് ജീവിതം ആസ്വദിച്ചു. അവർക്ക് 3 മക്കൾ ജനിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹത്തിന് ആ സമയത്ത് ആ ഗവേഷണം തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആയുസ് വെറും 2 വർഷമേ ബാക്കി ഉള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഗവേഷണത്തിനുള്ള വിഷയം തിരഞ്ഞെടുത്തു. ഏതായിരുന്നു? സമയം എന്നുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അക്കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രണയിനി ഉണ്ടായിരുന്നു. ആ പ്രണയിനി ജെയിംസ് വൈൽഡ്. പ്രണയിനിയുടെ പേരെന്താണ്? ജെയിംസ് വൈൽഡ്. അപ്പോഴെന്താണ് ഹോക്കിംഗ് ഗവേഷണവും പ്രണയവുമായി മുന്നോട്ട് പോയപ്പോൾ മരണം അദ്ദേഹത്തിന് മുമ്പിൽ വഴിമാറി നിന്നു. അദ്ദേഹം ഈ ഗവേഷണവും ഈ പ്രണയവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴെന്താണ് ആ മരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നും വഴിമാറി നിന്നു. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അത്രയധികമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തി അത്രത്തോളം ആയിരുന്നു. ഇച്ഛാശക്തി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ? ആഗ്രഹമാണ് ഇച്ഛ എന്ന് പറയുന്നത്. ആഗ്രഹിക്കാനുള്ള, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനോടുള്ള ഒരു ആഗ്രഹം, ഇച്ഛാശക്തി അത്രയധികം ആയിരുന്നു. അദ്ദേഹത്തിനുള്ള ജീവിതത്തിലുള്ള ഇച്ഛാശക്തി അത്രയധികമായിരുന്നു. രോഗം സ്ഥിരീകരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം ജെയിനും ഹോക്കിങ്ങും വിവാഹിതരായി. അപ്പോഴെന്താണ് ആ രോഗം സ്ഥിരീകരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം, ആ 2 വർഷം മാത്രമേ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലേ, ആ 2 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു? ജെയിനും ഹോക്കിങ്ങും വിവാഹിതരായി. അതിനുശേഷം അവർ വിവാഹിതരായി. ജെയിൻ രോഗിയായ ഹോക്കിങ്ങിനെ കൂടുതൽ പ്രണയിച്ചു. ആ ജെയിൻ എന്താണ് ചെയ്തത്? തന്റെ രോഗിയായിട്ടുള്ള ഭർത്താവിനെ കൂടുതൽ പ്രണയിച്ചു. ഗവേഷണവും പ്രണയവും മാത്രമായി സ്റ്റീഫൻ ഹോക്കിംഗ് ജീവിതം ആസ്വദിച്ചു. അപ്പോഴെന്താണ് എന്ത് വന്നാലും ആ അസുഖമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ടീഷനാണ്. എന്നിട്ടെന്താണ് ഗവേഷണവും പ്രണയവും മാത്രമായി സ്റ്റീഫൻ ഹോക്കിംഗ് ജീവിതം ആസ്വദിച്ചു. അവർക്ക് 3 മക്കൾ ജനിച്ചു. എന്നിട്ട് അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ പ്രപഞ്ചത്തെ ലളിതമായി വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇല്ല. എന്താണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ പ്രപഞ്ചത്തെ വളരെ ലളിതമായി വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനില്ല. തമോഗർത്തങ്ങളെ കുറിച്ചും പ്രപഞ്ചോത്പത്തിയെ കുറിച്ചും അദ്ദേഹം നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ആ പ്രപഞ്ചത്തെ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനില്ല. അദ്ദേഹം അത്രയും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്രപഞ്ചം എന്നതിനെ പറ്റിയുള്ള വിശദീകരണം നൽകിയത്. ആ വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനില്ല. തമോഗർത്തങ്ങളെ കുറിച്ചും പ്രപഞ്ചോത്പത്തിയെ കുറിച്ചും അദ്ദേഹം നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ആ പ്രണയോത്പത്തി അദ്ദേഹം ആ തമോഗർത്തങ്ങൾ ഉണ്ടാകുന്നതും ഈ പ്രപഞ്ചോത്പത്തിയെ കുറിച്ചും അദ്ദേഹം പുതിയതായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ഇവയെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായി ഒരു പുസ്തകവും രചിച്ചു. ഇതെല്ലാം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുസ്തകവും രചിച്ചു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രം. അതാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, അതായത് കാലത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രം എന്ന ആ കൃതി ചരിത്ര പ്രസിദ്ധമായി മാറി. അങ്ങനെയുള്ള ആ ഒരു കൃതി ചരിത്ര പ്രസിദ്ധമായിട്ട് മാറി. ലോകത്ത് ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് എന്ന പുസ്തകം എന്ന ആ കൃതി വിശേഷിപ്പിക്കപ്പെട്ടു. ലോകത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് പുസ്തകം എന്ന ആ കൃതി വിശേഷിപ്പിക്കപ്പെട്ടു. ലോകത്തില് ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് പുസ്തകം എന്ന ആ കൃതി വിശേഷിപ്പിക്കപ്പെട്ടു. അതുവരെ ലോകം കണ്ട എല്ലാ കാഴ്ചപ്പാടുകളും അദ്ദേഹം തിരുത്തി എഴുതി. തിരുത്തി എഴുതി. അപ്പോഴെന്താണ് ചെയ്തത്? അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ പ്രപഞ്ചത്തെ ലളിതമായി വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ ഇല്ല. തമോഗർത്തങ്ങളെ കുറിച്ചും പ്രപഞ്ചോത്പത്തിയെ കുറിച്ചും അദ്ദേഹം നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു.
ഇവയെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായി ഒരു പുസ്തകവും രചിച്ചു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ ഒരു സംക്ഷിപ്ത ചിത്രം എന്ന ആ കൃതി ചരിത്ര പ്രസിദ്ധമായി മാറി. ലോകത്ത് ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് പുസ്തകം എന്ന ആ കൃതി വിശേഷിക്കപ്പെട്ടു. എന്താണ് ആ ലോകത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് എന്ന പുസ്തകം എന്ന ആ കൃതി വിശേഷിപ്പിക്കട്ടെ. എന്താണ് അദ്ദേഹം ആ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളതിന്റെ എന്താണ് ഇത് ഏറ്റവും വിഖ്യാതമായ പോപ്പുലർ സയൻസ് പുസ്തകം എന്ന കൃതിയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അതുവരെ ലോകം കണ്ട എല്ലാ കാഴ്ചപ്പാടുകളും അദ്ദേഹം തിരുത്തി എഴുതി. അപ്പോൾ അതുവരെയും ലോകം കണ്ട എല്ലാ കാഴ്ചപ്പാടുകളും അദ്ദേഹം തിരുത്തി എഴുതി. നിയന്ത്രണമില്ലാതെ ഏതിനും നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് മനുഷ്യനാശത്തിനാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ആദ്യ വ്യക്തികളിൽ ഒരാൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. എന്താണ് ആ നിയന്ത്രണമില്ലാതെ ഏതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് മനുഷ്യനാശത്തിനാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ആദ്യ വ്യക്തികളിൽ ഒരാൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. എന്താണ് പറയുന്നത്? നിയന്ത്രണമില്ലാത്ത ഏതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത്, അതായത് എന്താണ് ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ഏതൊരു കാര്യത്തിനാണെങ്കിലും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് മനുഷ്യനാശത്തിനാണെന്ന് മുന്നറിയിപ്പ് നൽകിയ ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ്. നിർമ്മിത ബുദ്ധി എന്നുള്ളതിന്റെ വേടത്തോളോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് സംഭവം കേട്ടോ. മനുഷ്യനേക്കാൾ കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന സൂപ്പർ ഹ്യൂമൻസ് കാലാന്തരത്തിൽ മനുഷ്യർ ചെയ്യുന്ന ജോലികൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്ത് ചെയ്തു? മനുഷ്യരെക്കാൾ കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന സൂപ്പർ ഹ്യൂമൻസ് അപ്പോഴെന്താണ്? മനുഷ്യരെക്കാൾ കാര്യക്ഷമമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആരാണ്? സൂപ്പർ ഹ്യൂമൻസ്. അതെന്ത് ചെയ്യുന്നു? ആ കാലാന്തരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അപ്പോൾ കാലക്രമേണ മനുഷ്യർ ചെയ്യാനുള്ള ജോലികൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 1942 ജനുവരി 8-നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. അദ്ദേഹം ജനിച്ചതെന്നാണ് 1942 ജനുവരി 8-നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഗലീലിയോയുടെ 3-ാം ചരമവാർഷിക ദിനമായിരുന്നു അന്ന്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? 1942 ജനുവരി 8-ന്റെ പ്രത്യേകത എന്താണ്? പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗലീലിയോയുടെ 3-ാം ചരമവാർഷിക ദിനത്തിന്റെ അന്നാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. 2018 മാർച്ച് 14-ന് അദ്ദേഹം കാലചക്രത്തിനുള്ളിൽ മറഞ്ഞു. 2018, അതായത് 2 വർഷം മുമ്പുമാണ് അദ്ദേഹം മരിച്ചുപോയത്. ഈ 42 ജനിച്ച വ്യക്തി അദ്ദേഹത്തിന് 22 വയസ്സ് സുഖമില്ലാത്ത അവസരത്തിൽ എന്താണ് പറഞ്ഞത്? വെറും 2 വർഷം കൂടി മാത്രമേ അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞതാണ് അല്ലേ? അതിനുശേഷമോ എന്ത് ചെയ്യുന്നു? അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇത്രയും വർഷം ജീവിച്ചിരുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം മരിച്ചത്? 2018 മാർച്ച് 14-നാണ് അദ്ദേഹം കാലചക്രത്തിനുള്ളിൽ മറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജന്മവാർഷിക ദിനമായിരുന്നു അന്ന്. അദ്ദേഹം മരിച്ച ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജന്മവാർഷിക ദിനമായിരുന്നു അന്ന്. 1879 മാർച്ച് 14-നാണ് ഐൻസ്റ്റീൻ ജനിച്ചത്. അദ്ദേഹം മരിച്ചത് നമ്മളുടെ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചത് 2018 മാർച്ച് 14-നാണ് അദ്ദേഹം മരിച്ചത്. ആ ദിവസം തന്നെയാണ് എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജന്മവാർഷികമായിട്ടുള്ള അന്ന്. അതായത് അദ്ദേഹം 1879 മാർച്ച് 14-നാണ് നമ്മളുടെ ഐൻസ്റ്റീൻ ജനിച്ചത്. ഈ ശാസ്ത്രബന്ധം വിസ്മയാവഹമാണ്. അപ്പോഴെന്താണ്? ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചരമവാർഷികത്തിന്റെ അന്നാണ് നമ്മുടെ സ്റ്റീഫൻ ജനിച്ചത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. എന്താണ്? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജന്മവാർഷിക ദിനത്തിന്റെ അന്നാണ് അദ്ദേഹം മരിച്ചത്. അപ്പോഴെന്താണ് ഇതെന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ശാസ്ത്രബന്ധം, ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ശാസ്ത്രബന്ധം എന്താണ്? വിസ്മയാവഹമാണ്. അദ്ദേഹത്തിന്റെ ആ ശാസ്ത്രബന്ധം വളരെ വിസ്മയാവഹമാണ്. ബാക്കി നോക്കിയേ. ചക്രകസേരയെ ആവാസസ്ഥാനവും ആയുധവുമാക്കി മാറ്റി ശരീരത്തോടും സമയത്തോടും കഠിന യുദ്ധം ചെയ്ത് ജയിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിഭയുടെയും വിചാരശക്തിയുടെയും അതിജീവനവല്യത്തിന്റെയും കഥ പകർന്നു തരുന്ന
കരുത്തനായ പോരാളിയാണ്. ചക്രകസരയെ ആവാസ സ്ഥാനവും ആയുധവുമാക്കി മാറ്റി ശരീരത്തോടും സമയത്തോടും കഠിന യുദ്ധം ചെയ്ത് വിജയിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിഭയുടെയും ഇച്ഛാശക്തിയുടെയും അതിജീവന വൈവീര്യത്തിന്റെയും കഥ പകർന്നു തരുന്ന കരുത്തനായ പോരാളിയാണ്. ഡോക്ടർമാർ പറഞ്ഞ കാലാവധി കഴിഞ്ഞും മറ്റൊരാളെക്കാളും അർത്ഥവത്തായി ജീവിച്ചു 76-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം എത്ര വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ മരിച്ചത്? 76 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. സ്വന്തം ശരീരത്തോടും ആയുസ്സിനോടും പടവെട്ടി വിജയം കൈവരിച്ച് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി ലോകത്തിന് തന്നെ പ്രചോദനമായി മാറി അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? 76 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം 76 വയസ്സ് വരെ ഈ ലോകത്തിനോട് പടവെട്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സ്വന്തം ശരീരത്തിനോടും ആയുസ്സിനോടും പടവെട്ടി വിജയം കൈവരിച്ച് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറി ലോകത്തിന് തന്നെ പ്രചോദനമായി മാറി അദ്ദേഹം. ഇതാണ് അദ്ദേഹം അസുഖം വന്ന് വെറും 22 വയസ്സുള്ള സമയത്ത് 21 വയസ്സ് മാത്രമുള്ള സമയത്ത് അദ്ദേഹത്തിന് അസുഖം വരികയും അദ്ദേഹം 2 വർഷത്തിനപ്പുറം ജീവിച്ചിരിക്കില്ല എന്ന് വരെയും ഡോക്ടർമാർ വിധി എഴുതിയിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കരുത്ത് കൊണ്ട് അദ്ദേഹം ആ വിധിയെ തോൽപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ഒരിക്കലും ചക്രക്കസേര ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ചക്രക്കസേര അദ്ദേഹത്തിന് ലഭിക്കുകയും അതിലിരുന്ന് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹം ചെയ്തു. ആ സമയത്ത് ഗവേഷണത്തിനായി വിഷയം അന്വേഷിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം ചെയ്തു. സമയം എന്നത് അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയമായി തന്റെ ഗൈഡിനെ അറിയിക്കുന്നു. അതിനുശേഷം ആ 2 വർഷത്തിന് ശേഷം അദ്ദേഹം വിവാഹിതനാവുകയും അദ്ദേഹത്തിന് 3 കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. അദ്ദേഹം ആ ഒരു പ്രപഞ്ചത്തെ ലളിതമായി വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ ഈ ലോകത്ത് വേറെയില്ല. തമോഗർത്തങ്ങളെ കുറിച്ചും പ്രപഞ്ചോത്പത്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. ഇതെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പുസ്തകവുമാണ്. അതാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യം നിയന്ത്രണമില്ലാതെ എന്തിനും ഏതിനും നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് മനുഷ്യനാശത്തിനാണെന്ന മുന്നറിയിപ്പ് നൽകിയ ആദ്യ വ്യക്തികളിൽ ഒരാൾ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. മനുഷ്യനേക്കാൾ കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന സൂപ്പർ ഹ്യൂമൻസ് കാലാന്തരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിന്റെ ജനനവും മരണവും ഒരു ശാസ്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടത് കിടക്കുന്നു അല്ലേ? ഗലീലിയുടെ 3ാം ചരമവാർഷിക ദിനത്തിന്റെ അന്നാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ ഐൻസ്റ്റീന്റെ ജന്മവാർഷിക സമയത്താണ് ആ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നത്. ചക്രകസേരയെ ആവാസ സ്ഥാനവും ആയുധവുമാക്കി ശരീരത്തോടും സമയത്തോടും കഠിന യുദ്ധം ചെയ്ത് വിജയിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് പ്രതിഭയുടെയും ഇച്ഛാശക്തിയുടെയും അതിജീവന വീര്യത്തിന്റെയും കഥ പകർന്നു തരുന്ന കരുത്തനായ പോരാളിയാണ്. ഡോക്ടർമാർ പറഞ്ഞ കാലാവധി കഴിഞ്ഞും മറ്റൊരാളും അർത്ഥവത്തായി ജീവിച്ച് 76-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. സ്വന്തം ശരീരത്തോടും ആയുസ്സിനോടും പടവെട്ടി വിജയം കൈവരിച്ച ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി ലോകത്തിന് തന്നെ പ്രചോദനമായി മാറിയാണ് അദ്ദേഹം ചെയ്തത്. നമുക്കിതിനകത്ത് ഒരു അർത്ഥം നോക്കിയോ നിങ്ങളെ? വിസ്മയം, ആശ്ചര്യം, അത്ഭുതം, വിഖ്യാതൻ, പ്രസിദ്ധിയുള്ളവൻ, അംഗീകരിക്കപ്പെട്ടവൻ, സന്തത സഹചാരി, എപ്പോഴും കൂടെയുള്ളവൻ, പ്രഗത്ഭൻ, നിപുണതയുള്ളവൻ, ബുദ്ധിയും ഉറപ്പും തെളിച്ചമുള്ള ആള്, ഇച്ഛ, ആഗ്രഹം, നൂതനം, പുതിയത്, പ്രചോദനം, പ്രേരിപ്പിക്കൽ, ഉത്സാഹിപ്പിക്കലൊക്കെ വരും, മസ്തിഷ്കം, തലച്ചോറ്. വിപരീതമെന്ന് പറഞ്ഞ വിജയം, പരാജയം, ലളിതം, കഠിനം, ആധുനികം, പുരാതനം. ആധുനികത്തിന് ഓപ്പോസിറ്റ് പറഞ്ഞ മക്കളെ പുരാതനം. പിരിച്ചെഴുതുക നോക്കിക്കേ. പ്രപഞ്ചോത്പത്തി, പ്രപഞ്ച അധികം ഉത്പത്തി, രോഗാവസ്ഥ, രോഗാധികം അവസ്ഥ, നിയന്ത്രണാതീതം, നിയന്ത്രണാധികം അതീതം, പതിയെ പതിയെ, പതിയെ അധികം പതിയെ,
അദ്ദേഹം ആ അധികം ദേഹമാണ് അദ്ദേഹം, ആ അധികം ദേഹം അദ്ദേഹം. ചക്ര കസേര, ചക്രാധികം കസേര. വിഗ്രഹിക്കുക, നിയന്ത്രണാതീതം, നിയന്ത്രണത്തിന് അതീതം. കഠിന യുദ്ധം, കഠിനമായ യുദ്ധം. ഇച്ഛാശക്തി, ഇച്ഛയുടെ ശക്തി. നൂതന സിദ്ധാന്തം, നൂതനമായ സിദ്ധാന്തം. കാലചക്രം, കാലമാകുന്ന ചക്രം. ഈ വാക്യത്തിൽ പ്രയോഗിക്കേണ്ട നോക്കിക്കേ. നിയന്ത്രണാതീതം, ഇത്തവണ ഉത്സവത്തിന് നിയന്ത്രണാതീതമായ ജനത്തിരക്കായിരുന്നു. വഴിമാറി നിന്നു, അവസരായവർക്ക് കടന്നു പോകുന്നതിനായി മറ്റുള്ളവർ വഴിമാറി നിന്നു. ഉത്തരം എഴുതുക, ശ്രദ്ധിക്കുകയെ. സ്റ്റീഫൻ ഹോക്കിൻസ് പകർന്നു തരുന്ന കഥ എന്ത്? ചക്രകസേര ആവാസ സ്ഥാനവും ആയുധവുമാക്കി മാറ്റി ശരീരത്തോടും സമയത്തോടും കഠിന യുദ്ധം ചെയ്ത് വിജയം നേടിയ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രതിഭയുടെയും ഇച്ഛാശക്തിയുടെയും കഥ പകർന്നു തരുന്ന കരുത്തനായ പോരാളിയാണ് അദ്ദേഹം. ഡോക്ടർമാർ പറഞ്ഞ കാലാവധി കഴിഞ്ഞും മറ്റാരേക്കാളും അർത്ഥവത്തായി ജീവിച്ച ആളാണ് അദ്ദേഹം. ലോകത്തോട് വിട പറഞ്ഞത്. സ്വന്തം ശരീരത്തിനോടും ആയുസ്സിനോടും പടവെട്ടി വിജയം കൈവരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ഏറ്റവും വലിയ പ്രചോദനത്തിന്റെ കഥയാണ് ലോകത്ത് പറഞ്ഞു തരുന്നത്. അടുത്ത നോക്കിയേ. സ്റ്റീഫൻ ഹോക്കിംഗ് പുതുജീവൻ ലഭിച്ചത് എങ്ങനെ? രോഗം ബാധിച്ച് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ആധുനിക സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ചക്രകസേര സ്വന്തം സഹചാരിയായി മാറി. ആ ജീവിതം വീൽ ചെയറിൽ തളയ്ക്കപ്പെട്ടെങ്കിലും സെൻസറുകളും കമ്പ്യൂട്ടറുകളും അടങ്ങിയ ചക്രകസേരയാണ് ആശയവിനിമയം നടത്താൻ സാധിക്കാതെ പോയ സ്റ്റീഫൻ ഹോക്കിങ്ങിന് പുതുജീവൻ നൽകിയത്. നോക്കിയേ, ഹോക്കിംഗ് ഏതെല്ലാം വിഷയത്തിലാണ് നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ പ്രപഞ്ചത്തെ ലളിതമായി വ്യാഖ്യാനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനില്ല. തമോഗർത്തങ്ങളെ കുറിച്ചും പ്രപഞ്ചോത്പത്തിയെ കുറിച്ചുമാണ് അദ്ദേഹത്തിന്റെ നൂതന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത്. നിയന്ത്രണമില്ലാതെ എക്കാര്യവും നിർമ്മിത ബുദ്ധിയോട് ഉപയോഗിക്കുന്നത് മനുഷ്യനാശത്തിനാണെന്ന മുന്നറിയിപ്പ് നൽകിയ ആദ്യ വ്യക്തികളിൽ ഒരാൾ സ്റ്റീഫൻ ഹോക്കിങ്ങാണ്. ഹോക്കിങ്ങിന്റെ ജനന മരണങ്ങളുടെ വിസ്മയാവഹമായ ശാസ്ത്രബന്ധം വിവരിക്കുക. എന്താണ്? സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് 1942 ജനുവരി 8-നാണ്. അന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ഗലീലിയോയുടെ 3-ാം ചരമവാർഷിക ദിനമായിരുന്നു. 2018 മാർച്ച് 14-നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജന്മവാർഷിക ദിനമായിരുന്നു അന്ന്. 1879 മാർച്ച് 14-നായിരുന്നു ഐൻസ്റ്റീൻ ജനിച്ചത്. ഹോക്കിങ്ങിന്റെ ജനന മരണങ്ങളുടെ ഈ ശാസ്ത്രബന്ധം വിസ്മയാവഹമാണ്. ഇനി നോക്കി നമുക്കൊരു പഠന പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ. ബീഥോവൻ, ഹെലൻ കെല്ലർ എന്നിവരെ പറ്റിയൊരു കുറിപ്പ് തയ്യാറാക്കുക. നോക്കിക്കേ. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീത ലോകത്തെ വിഖ്യാതനായ പ്രതിഭാശാലിയായിരുന്നു ബീഥോവൻ. 1770 ജർമ്മനിയിലെ ബോൺ നഗരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. രാജ്യസഭയിലെ ഗായകനായിരുന്നു ബീഥോവന്റെ പിതാവ്. രാജ്യസഭയിലെ ഓർഗാനിസ്റ്റ് ആയിരുന്ന ക്രിസ്ത്യൻ നിഫാന്റെ ശിഷ്യനായി സംഗീത പഠനം നടത്തിയ ബീഥോവൻ 12-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ സഹായിയായി. ഈ ചെറുപ്രായത്തിൽ തന്നെ സംഗീത രചനകൾ നടത്തിയ ബീഥോവൻ 17-ാം വയസ്സിൽ വിയന്നയിലേക്ക് പോയി. വളരെ പെട്ടെന്ന് തന്നെ ബീഥോവൻ പിയാനോ മാന്ത്രികൻ എന്ന പേരിൽ പേരെടുത്തു. 1802 മുതൽ ബധിരത അദ്ദേഹത്തെ ബാധിച്ചു. അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പറ്റുന്ന അവസ്ഥ മാറിയായിരുന്നു. ദിവസം കഴിയുന്നതോറും അദ്ദേഹത്തിന്റെ കേൾവി ശക്തി കുറഞ്ഞു വന്നു. ഈ പ്രതിസന്ധിക്കിടയിലാണ് ബീഥോവൻ തന്റെ പ്രസിദ്ധമായ ഏക ഓപ്പറയായ ഫിറോലിയോ രചിച്ചത്. ഫിഡേലിയോ. നിരവധി സിംഫണികളും ഇക്കാലത്ത് അദ്ദേഹം രചിച്ചു. ബീഥോവന്റെ അത്ഭുതകരമായ ഒരു രചനയാണ് ഇറോയിക്ക എന്ന 3-ാം സിംഫണി. ഇറോയിക്ക, എന്താണ് പേര്? ഇറോയിക്ക. ശാരീരികമായി വളരെയേറെ കുറിയവനും അനാകർഷകനുമായിരുന്നു അദ്ദേഹം. 1819 മുതൽ പൂർണ്ണ ബധിരനായി, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ബീഥോവന്റെ ജീവിതത്തിലെ അവസാന 15 വർഷങ്ങളെയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീത രചയിതാവായി അദ്ദേഹം വളർന്നത്. 1827 ബീഥോവൻ അന്തരിച്ചു. ബധിരതയോടൊപ്പം ശാരീരികമായ കുറവുകളോടും പടപരുതി അവയെ അതിജീവിച്ച ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രതിഭാശാലിയായ സംഗീതജ്ഞൻ എന്ന കീർത്തി സമ്പാദിച്ച ബീഥോവന്റെ കഥ നമുക്ക് പ്രചോദനമാകേണ്ടതാണ്. അതുപോലെ നോക്കി അടുത്തത് ഹെലൻ കെല്ലറാണ്. ഹെലൻ കെല്ലർ
വികലാംഗരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ശൈശവത്തിൽ തന്നെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട വ്യക്തിയാണ്. 1880 ജൂൺ 27 അമേരിക്കയിലെ അലബായിലായിരുന്നു ഹെലന്റെ ജനനം. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് ഹെലന് കാഴ്ചയും കേൾവിയും നഷ്ടമായത്. പിന്നീട് 7 വയസ്സ് മുതൽ അനിമാസ് ഫീൽഡ്സ് ക്ലവർ എന്ന അധ്യാപികയുടെ കീഴിലായിരുന്നു ഹെലന്റെ പഠനം. ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു ശിഷ്യബന്ധമായിരുന്നു ആനിസൽമാറുമായുള്ള ഹെലൻ തമ്മിൽ ഉണ്ടായിരുന്നത്. ബോസ്റ്റണിലെ അന്ധവിദ്യാലയത്തിൽ നിന്നും ന്യൂയോർക്കിലെ മുഖ വിദ്യാലയത്തിൽ നിന്നും പ്രത്യേക പരിശീലനം നേടി. ബ്രെയിൽ ലിപി എഴുതാനും വായിക്കുവാനും ഹെലൻ പഠിച്ചു. പിന്നീട് കേംബ്രിഡ്ജിൽ ചേർന്ന് പഠിച്ച മറ്റു കുട്ടികളെ പോലെ പരീക്ഷ എഴുതി 1904 അവൻ റാഡ്ക്ലിഫ് കോളേജിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യത്തെ അന്ധബധിര വിദ്യാർത്ഥി എന്ന അപൂർവ നേട്ടം കൈവരിച്ചു. അന്ധനും ബധിരനുമായിരുന്ന ആളുകളുടെ രക്ഷയ്ക്കായി അവർ ഹെലൻ കെല്ലർ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഹെലൻ സന്ദർശിച്ചു. അന്ധർക്ക് വേണ്ടിയുള്ള അമേരിക്കൻ ഫൗണ്ടേഷന്റെ ഉപദേശകയായും ഹെലൻ സേവനം അനുഷ്ഠിച്ചു. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി അമേരിക്ക ഹെലനെ ആദരിച്ചു. 1968 ജൂൺ 1 ഹെലൻ കെല്ലർ അന്തരിച്ചു. ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലേഴ്സ് ജേണൽ തുടങ്ങിയ ഹെലൻ കെല്ലറുടെ കൃതികളാണ്. അംഗവൈകല്യം ഉള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സാമൂഹിക സേവനം നടത്തുവാനും കഴിയുമെന്നതിന്റെ തെളിവാണ് ഹെലൻ കെല്ലറുടെ ജീവിതം. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് സേവനങ്ങൾ കൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കിയ ഹെലൻ കെല്ലറെ മാതൃകയാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. നോട്ട്സ് എല്ലാം നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അത് മാത്രമല്ല, എന്തെങ്കിലും ശാരീരിക വൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി അവിടെ നിന്നും പറന്നുയരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇപ്പോൾ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളുകൾ പോലും ലോകത്തിന്റെ ഏറ്റവും നെറുകയിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ കഴിവുകളുമുള്ള നമ്മൾക്ക് ലോകം കീഴടക്കാൻ നിഷ്പ്രയാസം നമ്മൾക്ക് കഴിയത്തില്ലേ? കഴിയും. അതിനുവേണ്ടി ഓരോ കുട്ടികളും ശ്രമിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം ചിൽഡ്രൻ. ഓക്കെ, ബൈ.